إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي نبينا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أحبتي في الله، أوصيكم بما وصى الله به الأولين والآخرين، وقال تعالى: ولقد وصينا الذين أوتوا الكتاب من قبلكم وإياكم أن اتقوا الله واتقوا الله في السر والعلانية. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, തിന്മകൾ വർദ്ധിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. മനുഷ്യ മനസ്സുകളെ മലീമസമാക്കുന്ന വ്യത്യസ്ത തരത്തിലുള്ള ഖബായിസുകൾ, മ്ലേച്ഛതകൾ, തിന്മകൾ സമൂഹത്തിൽ വ്യാപിക്കുമ്പോൾ മനുഷ്യന്റെ മനസ്സിനെയും ശരീരത്തെയും മനുഷ്യ ജീവിതത്തെയും ആകമാനം നശിപ്പിക്കുന്ന തരത്തിലുള്ള, മനുഷ്യന്റെ വിവേകത്തെ, ബുദ്ധിയെ നശിപ്പിക്കുന്ന തരത്തിലുള്ള വ്യാപകമായ ലഹരിയും മറ്റു നിലക്കുള്ള തിന്മകളും സമൂഹത്തിൽ വളരെ നോർമലൈസായി ആളുകൾ ഉപയോഗിക്കുന്ന ഒരവസ്ഥയിലേക്ക് ചെറിയ ക്ലാസുകൾ മുതൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും കോളേജുകളിലും മാർക്കറ്റുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും എവിടെയൊക്കെയുണ്ടോ എല്ലാം വ്യാപകമായി മനുഷ്യ ജീവിതത്തെ മുച്ചൂടും നശിപ്പിക്കുന്ന തരത്തിലുള്ള ലഹരി അത് പിടികൂടിയിട്ടുണ്ട് എന്നത് നാം വാർത്തകളിലൂടെയും അനുഭവങ്ങളിലൂടെയും നാം കാണുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ വിശുദ്ധ ഇസ്ലാം നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തെ സംബന്ധിച്ച് ഉണർത്തിയെടുത്ത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു: വയുഹില്ലു ലഹുമുത് ത്വയ്യിബാതി വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്. മനുഷ്യർക്ക് ഏറ്റവും വിശിഷ്ടമായ നല്ല കാര്യങ്ങളെല്ലാം അനുവദിച്ചു കൊടുത്തു, ഹലാലാക്കി കൊടുത്തു. അവരുടെ ശരീരത്തിനും അവരുടെ ബുദ്ധിക്കും അവരുടെ ജീവിതത്തിനും നാശകരമായ ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ഇസ്ലാം നിഷിദ്ധമാക്കുകയും ചെയ്തു. നന്മയും തിന്മയും ഒരിക്കലും സമമാവുകയില്ല, വിശിഷ്ടമായതും മ്ലേച്ഛമായതും ഒരിക്കലും തന്നെ സമമാവുകയില്ല. വലു അഅജബക കസറത്തുൽ ഖബീസ്. തിന്മകളുടെ ആധിക്യം നിന്നെ അത്ഭുതപ്പെടുത്തിയാലും ആശ്ചര്യപ്പെടുത്തിയാലും അതെന്താ, എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടല്ലോ, അതിലങ്ങനെ ലഹരിയൊന്നുമില്ലല്ലോ, അതൊരു പാനീയമല്ലേ, ഒരു ഡ്രിങ്ക്സ് അല്ലേ, അതിൽപ്പെട്ടതല്ലേ, അതുകൊണ്ട് അതൊന്നും അത്ര വിഷയമാക്കേണ്ടതില്ല എന്ന നിലക്കാണ് ആളുകൾ അത് ഉപയോഗിക്കുന്നത്. ഫത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. യാ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ള ചിന്തിക്കുന്ന ആളുകളെ, ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിച്ചേക്കാം. സഹോദരങ്ങളെ, ഒഴുക്കിനനുസരിച്ച് പോകാൻ അത് വളരെ ഈസിയാണ്.
പക്ഷേ ഒഴുക്കിനെതിരിൽ നീന്താൻ അതിന് മനക്കരുത്ത് വേണം, ഈമാൻ വേണം. പരിഹാരം ഇസ്ലാം നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. ഇസ്ലാം ഒരു കാര്യം തിന്മയാണെന്ന് വിധിച്ചിട്ടുണ്ടോ എങ്കിൽ അത് ലോകാവസാനം വരെ നന്മയാണെന്ന് പറയാൻ ഒരാൾക്കും സാധ്യമല്ല. കാരണം ഇത് വഹീന്റെ അടിസ്ഥാനത്തിൽ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റബ്ബിൽ നിന്നുള്ള വഹീന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പഠിപ്പിക്കുന്നത്. ഖംറിനെ സംബന്ധിച്ചിടത്തോളം, മദ്യത്തെ സംബന്ധിച്ചിടത്തോളം, കള്ളിനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞു. ഭാഷയിൽ അതിനെ മാ ഖാമറൽ അഖൽ, ബുദ്ധിയെ മറച്ചു കളയുന്നത് എന്നാണ്. സ്ത്രീകൾ അവരുടെ മുഖമക്കനകൾ ധരിക്കുന്നതിനെ സംബന്ധിച്ച് വൽയദ്രിബിന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന എന്ന് വിശുദ്ധ ഖുർആനിൽ കാണാം. അവരുടെ ഖിമാറുകൾ, ഖിമാർ എന്ന് പറഞ്ഞാൽ മൂടുന്നത് എന്നാണ്. കള്ളിന് അറബിയിൽ ഖംറ് എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്. എന്താ? അവരുടെ ബുദ്ധിയെ മറക്കുന്നത്, വിശേഷ ബുദ്ധിയെ നശിപ്പിക്കുന്ന, മനുഷ്യന്റെ എല്ലാ നിലക്കുമുള്ള മാനുഷിക മൂല്യങ്ങളെ നശിപ്പിക്കുന്ന തരത്തിലാണ് ലഹരിയുടെ വ്യാപനം സമൂഹത്തിലുള്ളത്. സഹോദരങ്ങളെ, വ്യക്തിപരമായും സമൂഹത്തിൽ എല്ലാ നിലക്കും, മഹല്ലുകളിലും എല്ലാ നിലക്കും ഇതിനെതിരെയുള്ള ശക്തമായ പ്രതികരണം ഉണ്ടാവണം. ഇതിനെതിരെയുള്ള ഗവൺമെന്റിന്റെ ഭാഗത്തും അല്ലാത്ത നിലക്കുമൊക്കെയുള്ള ശക്തമായ പ്രതിരോധങ്ങൾ തീർത്താൽ മാത്രമേ നമ്മുടെ വളർന്നു വരുന്ന വരും തലമുറയെ, നമ്മുടെ മക്കളെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. എന്താണ് അതിന് പരിഹാരം എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ എന്ന് പറഞ്ഞ് സൂറത്തുൽ മാഇദയിലെ 90-91 ആയത്തുകൾ നമുക്കെല്ലാം സുപരിചിതമാണ്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ. മദ്യവും ചൂതാട്ടവും പ്രതിഷ്ഠകളും നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വെച്ചു നോക്കുന്ന അമ്പുകളും അതെല്ലാം പൈശാചികമായ മ്ലേച്ഛതകളാണ്, അങ്ങേയറ്റത്തെ മാലിന്യമാണ്. റിജ്സ് എന്നാണ് പ്രയോഗിച്ചത്. ഫജ്തനിബൂഹു, നിങ്ങൾ അത് അവോയ്ഡ് ചെയ്യണം, അതിനെ ഉപേക്ഷിക്കണം, അതിനോട് അടുത്തു പോകരുത്, അതിനെ വിദൂരമാക്കണം. എങ്കിലേ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്നമാ യുരീദു ശൈത്താൻ അൻ യൂഖഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ദാ. ശൈത്താൻ നിങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെറിയ രൂപത്തിൽ ഒന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടി നിങ്ങളിലേക്ക് ഇട്ടുതന്ന് കൂട്ടുകാരിലൂടെ, അതല്ലെങ്കിൽ ഫ്രണ്ട്സിലൂടെ, ആരൊക്കെയുണ്ടോ കൂടെ പഠിക്കുന്നവരിലൂടെ, കൂടെ ജോലി ചെയ്യുന്നവരിലൂടെ, കൂടെ യാത്ര ചെയ്യുന്നവരിലൂടെ ഒന്നൊന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടി നൽകിയതാവാം. പിന്നീട് ശത്രുതയും, കുടുംബം തകരുന്ന, വ്യക്തിജീവിതം തകരുന്ന, ദാമ്പത്യ ജീവിതം തകരുന്ന, മക്കളെയും മാതാപിതാക്കളെയും തമ്മിൽ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ സഹോദരിയെയും പെങ്ങന്മാരെയും സഹോദരിമാരെയും അതുപോലെ തന്നെ വീട്ടിലുള്ളവരെയും ഒന്നും ആരാണെന്നതുവരെ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലുള്ള അഡിക്ഷനിലേക്കാണ് ഈ ചെറുപ്പക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു യാഥാർത്ഥ്യമാണ്. കള്ള് എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ കുറഞ്ഞ ഒരു ലഹരി ആയിക്കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇന്ന് സിന്തറ്റിക് ലഹരികൾ ഏറെ സമൂഹത്തിൽ വ്യാപകമാണ്. ഏറെ മുസ്ലിം സമൂഹത്തിൽ, അതാണ് ഖേദകരം. മുസ്ലിം പേരുള്ള, മുസ്ലിം കുടുംബത്തിൽ നിന്നുള്ള, മുസ്ലിം നാമധാരികളായ തട്ടമിട്ട സഹോദരിമാരെയൊക്കെയാണ് ഇതിന്റെ പേരിൽ പിടിക്കപ്പെടുന്നത്. സഹോദരങ്ങളെ, എന്ത് ചെയ്യാൻ സാധിക്കും? എന്താണ് പരിഹാരം? ഒന്നേ പരിഹാരമുള്ളൂ. അള്ളാഹുവിന്റെ ദീനിലേക്ക് മടങ്ങുക, വിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങേയറ്റത്തെ കള്ളിലും പെണ്ണിലും യുദ്ധത്തിലും കഴിഞ്ഞുകൂടിയിരുന്ന WWW വാർ, വൈൻ ആൻഡ് വുമൺ, ഇതിനു വേണ്ടി ജീവിച്ചിരുന്ന ഒരു ജനതയെ, ഡാർക്ക് ഏജിലെ ജനതയെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിനെ മാതൃകയായിക്കൊണ്ട് മാറ്റിയെടുത്തത് എങ്ങനെയാണ്? ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. നിരക്ഷരരായ ആ ജനതയിൽ നിന്നൊരു പ്രവാചകൻ അവരിലേക്ക് നിയോഗിച്ചു. ആ പ്രവാചകൻ എന്താ ചെയ്തത്? അള്ളാഹുവിന്റെ കലാം ഓതിക്കൊടുത്തു, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതിക്കൊടുത്തു. യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം, അവരെ സംസ്കരിച്ചു. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, ഈ കിതാബിനെ പഠിപ്പിച്ചു, സുന്നത്തിനെ പഠിപ്പിച്ചു. ജീവിത ലക്ഷ്യം അവരെ ബോധ്യപ്പെടുത്തി കൊടുത്തു. അങ്ങേയറ്റത്തെ അന്ധകാരത്തിലായിരുന്ന, വഴികേടിലായിരുന്ന ഒരു ജനതയെ ലോകത്തിന് മാതൃകയാക്കി മാറ്റിയത് അപ്രകാരമാണ്. അതല്ലേ സഹോദരങ്ങളെ, ആയിഷ റളിയല്ലാഹു തആല എന്ന് പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളിലേക്ക് വന്ന് ആദ്യം നിങ്ങൾ വ്യഭിചരിക്കരുത്, മോഷ്ടിക്കരുത്, കള്ളു കുടിക്കരുത് എന്നാണ് ഞങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ ഒരാളും അത് അക്സെപ്റ്റ് ചെയ്യുമായിരുന്നില്ല. മറിച്ച് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം അവരുടെ മനസ്സിലേക്ക് ഉണ്ടാക്കി കൊടുത്തു. അതെ, അൻതഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ കാണുന്നില്ലെങ്കിലും നിന്റെ രഹസ്യങ്ങളും പരസ്യങ്ങളും എല്ലാം കൃത്യമായി വീക്ഷിക്കുന്ന, അറിയുന്ന നിന്റെ റബ്ബുണ്ട്. ആ റബ്ബിനെ
നീ മുന്നിൽ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യണമെന്ന് അള്ളാഹുവിനെ കുറിച്ച് അറിയിച്ചു കൊടുത്തു. യഅലമു ഖായിനത്തുൽ അയ്ൻ വമാ തുഖ്ഫി സുദൂർ, ഹൃദയങ്ങളുടെ നെഞ്ചിന്റെ മിടിപ്പുകൾ അറിയുന്ന, കണ്ണിന്റെ കട്ടുനോട്ടങ്ങളെ തിരിച്ചറിയുന്ന റബ്ബുണ്ട്. റഖീബായിക്കൊണ്ട്, നിരീക്ഷകനായിക്കൊണ്ട് നീ എവിടെ ചെന്നൊളിച്ചാലും അതെ നിന്റെ ചെയ്തികളെല്ലാം രാത്രിയുടെ ഇരുളിലും ആരും കാണാതെ ചെയ്താലും അതൊക്കെ കാണുന്ന റബ്ബുണ്ട് എന്നുള്ള ഒരു ബോധ്യം, ആ ബോധമാണ് സഹോദരങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ടാക്കി കൊടുത്തത്. ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബ, ഏതൊരു കാര്യം, ചെറിയ കാര്യം അതെവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചാലും യഅതി ബിഹല്ലാഹ്, അല്ലാഹു അത് കൊണ്ടുവരും. യൗമ തുബല സറായിർ, ഇതെല്ലാം വെളിക്ക് കൊണ്ടുവരുന്ന ഒരു ദിവസം വരാനുണ്ട് എന്ന ബോധ്യപ്പെടുത്തൽ, അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം, ആഖിറത്തിനെ കുറിച്ചുള്ള വിശ്വാസം അവർക്കുണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത്. സഹോദരങ്ങളെ, ഇത് സമൂഹത്തെ നശിപ്പിക്കുന്നതാണ്. എത്ര കുടുംബ ബന്ധങ്ങളാണ് തകർന്നത്, എത്ര മക്കളാണ് അനാഥരായത്, എത്ര മാതാപിതാക്കൾക്കാണ് മക്കളെ നഷ്ടപ്പെട്ടത്. ഇതിനഡിക്റ്റായിക്കൊണ്ട് സ്വന്തം മാതാപിതാക്കളെ വരെ കഴുത്തറുക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ഉത്ഭുത കേരളത്തിൽ പോലും അത് ഉണ്ടായിട്ടുണ്ട്. അതല്ലേ, അതിനഡിക്റ്റായിക്കൊണ്ട്. അപ്പൊ അതുകൊണ്ട് ജാഗ്രതയോടുകൂടി നമ്മൾ കണ്ടിട്ടില്ല എങ്കിൽ, ഈ പൈശാചികതയെ തടയാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ കുടുംബം നശിപ്പിക്കും, നമ്മുടെ നാട് നശിപ്പിക്കും. അതുകൊണ്ട് ചെറിയ കാര്യമായിരുന്നാലും, ഖംറിനെ കുറിച്ച് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖംറു ഉമ്മുൽ ഖബായിസ്, തിന്മകളുടെ മാതാവ് എന്നാണ്. അതിൽ നിന്നാണ് തുടങ്ങുന്നത്. ചെറിയ രൂപത്തിൽ തുടങ്ങി കുല്ലു മുസ്കിരിൻ ഖംറുൻ, എല്ലാ ലഹരി ഉണ്ടാക്കുന്നതും അത് മദ്യമാണ്, അതെല്ലാം നിഷിദ്ധമാണ്. വകുല്ലു ഖംറിൻ ഹറാം വകുല്ലു മുസ്കിരിൻ ഹറാം, ലഹരി ഉണ്ടാക്കുന്നതെല്ലാം നിഷിദ്ധമാണ് എന്ന് ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുകയുണ്ടായി. എന്താണ് നിങ്ങളിലൂടെ അത് ശൈത്താൻ ഉദ്ദേശിക്കുന്നത്? ഇന്നമാ യുരീദു ശൈത്താൻ അയ്യൂഖിഅ ബൈനകുൽ അദാവത വൽ ബഗ്ളാ, ഇത് ഉള്ളിൽ ചെന്നാൽ, അവന്റെ ബുദ്ധി മറിഞ്ഞു പോയാൽ താൻ ചെയ്യുന്നത് എന്ത് എന്ന് പോലും അറിയില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരാൾ മറ്റൊരാളുടെ വായിലേക്ക് മൂത്രമൊഴിക്കുന്നു, അയാൾ പറയുന്നു സിദ്നി സിദ്നി, എനിക്ക് കൂടുതൽ താ എന്ന്. അത്രത്തോളം താൻ ചെയ്യുന്നത് എന്ത് എന്നറിയില്ല. അതെ, വളരെ മോശമായ ഒരു അവസ്ഥയിലേക്കാണ് ഈ ലഹരി. അവന്റെ ബുദ്ധി മറിഞ്ഞു പോയാൽ ലഹരി ഉപയോഗിച്ച് ഏത് നിലക്കുള്ളതായിരുന്നാലും ഡ്രഗ്സിന് അടിമപ്പെട്ടാൽ ഉണ്ടാവുക. സഹോദരങ്ങളെ, ഒന്നാമതായി അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ, അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം, റബ്ബിന്റെ നിരീക്ഷണത്തെ കുറിച്ചുള്ള ബോധം ഉണ്ടാക്കി കൊടുക്കുക എന്നതല്ലാതെ ഇതിന് പരിഹാരമില്ല. മഅരിഫത്തുൽ അബ്ദി റബ്ബഹു വദീനഹു വനബിയഹു, ഒരടിമ ആദ്യം അറിയേണ്ടത് റബ്ബിനെ കുറിച്ചാണ്, ദീനിനെ കുറിച്ചാണ്, തന്റെ പ്രവാചകനെ കുറിച്ചാണ്, ജീവിത ലക്ഷ്യത്തെ കുറിച്ചാണ്. ആ വഴിയിലേക്ക് തിരിഞ്ഞു പോകുമ്പോൾ മാത്രമേ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. വയസുദ്ദക്കും അൻ ദിക്രില്ലാഹി വഅനി സ്വലാഹ്, നിങ്ങളെ അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് തടഞ്ഞു കളയുന്നു. മാത്രമല്ല നമസ്കാരത്തെ കുറിച്ച്, അതിൽ നിന്നെല്ലാം നിങ്ങളെ തടയുന്ന ഏതെല്ലാം നന്മകളുണ്ടോ, നന്മയോട് യാതൊരുവിധ താല്പര്യവുമില്ലാത്ത രൂപത്തിൽ അതിനഡിക്റ്റായി പോയ ആളുകൾ, സഹോദരങ്ങളെ, നമുക്കൊരു ബാധ്യതയുണ്ട് ഇവിടെ. നമ്മുടെ പരിചയത്തിലോ നമ്മുടെ കുടുംബത്തിലോ ആരെങ്കിലും അത്തരത്തില് ഒരു ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരെ ഉപദേശിക്കുക, അവരെ നന്നാക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. ഉൻസുർ ദാലിമൻ ഔ മദ്ലൂമൻ, നീ അക്രമിയെയും അക്രമിക്കപ്പെട്ടവനെയും സഹായിക്കണമെന്ന് പഠിപ്പിച്ചു. ആക്രമിക്കപ്പെട്ടവനെ സഹായിക്കണം. അക്രമിയെ എങ്ങനെ സഹായിക്കും? അവൻ താൻ ചെയ്യുന്ന ദുൽമിന്റെ അതിന്റെ പരിണിത ഫലം എന്താണെന്ന്, അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്താണെന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. സഹോദരങ്ങളെ, ജീവിതം നശിപ്പിച്ചു കളയും. ചെറുതായി തുടങ്ങിയ ആളുകൾ പിന്നീട് അതിൽ നിന്ന് വിട്ടുമാറാത്ത വിധം ജീവിതത്തിലുടനീളം യാതൊരു നന്മയിലുമില്ലാതെ കഴിഞ്ഞുകൂടുന്ന ഒരവസ്ഥ. ആരോടും മിണ്ടുന്നില്ല. വീട്ടിൽ വന്നാൽ റൂമടച്ച് കഥകടച്ചുകൊണ്ട് വീട്ടിലിരിക്കുന്നു. മാതാപിതാക്കൾ ഈ മക്കളെ കൊണ്ട് നശിച്ചു പോയല്ലോ, ഇങ്ങനെ ഒരു മകനില്ലായിരുന്നെങ്കിൽ, ഇങ്ങനെ ഒരു മകളില്ലായിരുന്നെങ്കിൽ. പെൺകുട്ടികൾ പോലും സഹോദരങ്ങളെ എവിടേക്ക് നമ്മൾ പഠിക്കാൻ അയക്കുന്നു, ആരുടെ കൂടെ കൂട്ടുകൂടുന്നു. വളരെ വേദനാകരമായ ഒരു കാര്യം, വേദനാജനകമായ കാര്യം. പെൺകുട്ടികൾ, അതെ, അതും മുസ്ലിം ഉമ്മത്തിൽ മുസ്ലിം നാമധാരികളായ പെൺകുട്ടികളെയാണ് പിടിക്കുന്നത് പല സ്ഥലങ്ങളിൽ വെച്ചുകൊണ്ട്. കാരണം ഇത് വിൽപ്പന നടത്താൻ, ഇത് ഉപയോഗിക്കാൻ, ഇതിൽ അഡിക്റ്റ് ആയാൽ പിന്നെ അത് വളരെ ഈസിയാണ്. കാരണം പൈസ കുറെ കിട്ടും, കുറഞ്ഞ സാധനമേ ഉള്ളൂ. അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് കൃത്യമായ ജാഗ്രത ഉള്ളവരായിരിക്കണം. ഇതിന്റെ പരിണിത ഫലം എന്തായിരിക്കുമെന്ന് ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിലും നമുക്ക് നഷ്ടമായിരിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മൻ ശരിബൽ ഖംറ നസഅ അല്ലാഹു മിൻഹുൽ ഈമാൻ, മദ്യപിക്കുന്ന ആളുകളിൽ നിന്ന് ഈമാൻ അല്ലാഹു ഊരിയെടുക്കുന്നതാണ്. കമാ യഖ്ലഉൽ ഇൻസാൻ, ഏതുപോലെ മനുഷ്യൻ അവന്റെ വസ്ത്രം സിയാബഹു, അവന്റെ വസ്ത്രം ഊരിയെടുക്കുന്ന പോലെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യമാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അൽ ഖംറു ഉമ്മുൽ ഖബായിസ്, തിന്മകളുടെ മാതാവാണ്. അതിൽ നിന്നാണ് തുടങ്ങുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്ന ഒരു സംഭവമുണ്ട്.
മസ്ജിദിൽ നിന്ന് തെറ്റിപ്പോയി അയാൾ പള്ളിയിലേക്ക് വരാത്തൊരവസ്ഥയിലേക്ക് എത്തിയൊരു പെണ്ണ് അയാളെ കണ്ടെത്തി. എന്നിട്ട് തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഈ മദ്യപിക്കണം, അതല്ലെങ്കിൽ വ്യഭിചരിക്കണം, ഒരു കുട്ടിയുണ്ട് അവിടെ, ഈ കുട്ടിയെ കൊല്ലണം, ഈ 3 കാര്യങ്ങൾ ചെയ്യാതെ വിടുകയില്ല. വ്യത്യസ്ത റിപ്പോർട്ടുകളിൽ ചരിത്രങ്ങളിൽ കാണാം. ഒരു രാജാവ് ഒരാളോട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ കാണാം. യാഥാർത്ഥ്യമാണത്. ഇതിന്റെ ഗൗരവത്തെക്കുറിച്ച് അറിയിക്കാൻ. അപ്പൊ അയാൾ വിചാരിച്ചു ഒരാളെ കൊല്ലുന്നതിനേക്കാളും വ്യഭിചരിക്കുന്നതിനേക്കാൾ സിന ചെയ്യുന്നതിനേക്കാളൊക്കെ കുറഞ്ഞ പാപാണല്ലോ കള്ളു കുടിക്കുക എന്നുള്ളത്, എന്നാ അത് കുടിച്ചേക്കാം. അങ്ങനെ അയാൾ അത് കുടിച്ചതിന്റെ ഫലമായിക്കൊണ്ട് പിന്നീട് തന്റെ ബുദ്ധി പോയി ആ പെണ്ണിനെ വ്യഭിചരിക്കുകയും ആ കുട്ടിയെ കൊല്ലുകയും ചെയ്തു എന്നുള്ള സംഭവങ്ങൾ. സഹോദരങ്ങളെ, ഇതാണ് മനുഷ്യന്റെ ബുദ്ധി മറഞ്ഞു പോയാൽ താൻ എന്ത് ചെയ്യുന്നു. അതാണ് ജാഹിലിയത്തിൽ കള്ളു കുടിക്കുന്നവരായ മദ്യപിക്കുന്നവരായ ആളുകളോട് നിങ്ങൾ മദ്യപിക്കുന്നവരായി നമസ്കാരത്തെ സമീപിക്കരുത് എന്ന് പറഞ്ഞു. നിങ്ങൾ പറയുന്നത് എന്ത്, നിങ്ങൾ ചൊല്ലുന്നത് എന്ത് എന്ന് നിങ്ങൾക്കറിയില്ല. ഘട്ടം ഘട്ടമായിക്കൊണ്ട് അതിനെ നിഷിദ്ധമാക്കുകയാണ്. ഫഹൽ അൻതും മുൻതഹൂൻ, ഈമാൻ അവരുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്. നമസ്കാരത്തിൽ നിന്ന് നിങ്ങളെ തടയുന്നു, അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്നതിൽ നിന്ന് നിങ്ങളെ അത് തടയുന്നു മദ്യം എന്നുള്ളത്. ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്ക് വിരമിക്കാനായില്ലേ എന്ന് ചോദിച്ചപ്പോൾ മദീനയിലെ ആ തെരുവോരങ്ങളിൽ വലിയ വീപ്പകൾ, മദ്യത്തിന്റെ വീപ്പകൾ തച്ചുടക്കപ്പെട്ടു. അതിലൂടെ അത് ഒഴുകി എന്ന് ചരിത്രത്തിൽ കാണാം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അബൂ തൽഹത്തുൽ അൻസാരിയുടെ ഷോപ്പിലെ, കള്ളു ഷോപ്പിലെ വീഞ്ഞൊഴിച്ചു കൊടുക്കുന്ന ആളായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ ആയത്തിറങ്ങി. റബ്ബിനെ കുറിച്ചുള്ള ബോധം മാത്രമാണ് സഹോദരങ്ങളെ ഇതിൽ നിന്ന് വിട്ടുനിൽക്കാൻ മനുഷ്യന് മാർഗമുള്ളൂ. അതല്ലാത്ത നിലക്ക് എന്ത് ചെയ്തിട്ടും കാര്യമല്ല. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഏതൊരാൾ സ്വന്തം മാറണമെന്ന് വിചാരിക്കുന്നത് വരെ ഒരിക്കലും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ മാറ്റുകയില്ല. സ്വന്തം മാറ്റമാണ്, മനസ്സിലാണ് തോന്നേണ്ടത്. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. അതേ മനുഷ്യന്റെ മനസ്സിനെയാണ് വിപുലീകരിക്കേണ്ടത്. സഹോദരങ്ങളെ, റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യുക. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ലഹരിക്ക് നമ്മൾ അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ചെറുതാണെങ്കിൽ പോലും, വലാ തഖ്തുലു അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലരുത്. അപ്പോൾ പുകവലിക്കാത്തവര്, സ്മോക്ക് ചെയ്യാത്തവർ ആരാളുള്ളത്? ഒരു തമാശ എന്ന രൂപത്തിൽ, അല്ലെങ്കിൽ ഒരു ടൈം പാസ് എന്ന രൂപത്തിൽ ഒരു പഫ് എടുത്താൽ അത്ര വലിയ പ്രശ്നമല്ല. കൂട്ടുകാരുണ്ട്, കൂടെ വർക്ക് ചെയ്യുന്നവരുണ്ട്, അവരൊക്കെ ചെയ്യുന്നവരല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് അത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സഹോദരങ്ങളെ, നശിച്ചുപോയി. നിങ്ങൾ നിങ്ങളെ കൊല്ലുകയാണ്, സ്വന്തത്തെ നശിപ്പിക്കുകയാണ്, നിങ്ങളുടെ കുടുംബത്തിന്, സമൂഹത്തിന് എല്ലാം. അതുകൊണ്ട് യാതൊരു ബെനിഫിറ്റുള്ള ഉപദ്രവമല്ലാതെ യാതൊരുവിധ നന്മയും അതിലില്ല എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമൻ ശരിബഹ, ആരെങ്കിലും മദ്യപിച്ചാൽ ലം തുഖ്ബൽ സ്വലാത്തുഹു 40 യൗമ, 40 ദിവസത്തെ നമസ്കാരം അവനിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. മാത്രമല്ല ഫഇൻ മാത വഹിയ ഫീ ബത്നിഹി, മദ്യം വയറ്റിലുണ്ടായിക്കൊണ്ട് അവൻ മരണപ്പെട്ടാൽ മാത മൈതത്തൻ ജാഹിലിയ, ജാഹിലിയ മരണമാണ് അവന് ലഭിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. നോക്കൂ സഹോദരങ്ങളെ, വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മുടെ ഇബാദത്തുകൾ അത് നഷ്ടപ്പെടും. അതുപോലെ തന്നെ പരലോകത്ത് വലിയ ശിക്ഷയാണ് അതിന് ലഭിക്കുന്നത്. അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് വിദൂരമാക്കപ്പെടുകയും റബ്ബിൽ നിന്നുള്ള ലഅനത്തിന് വിധേയമാവുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. 10ഓളം വിഭാഗങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ലഅനല്ലാഹുൽ ഖംറ വശാരിബഹ വസാഖിയഹ വബായിഅഹ വമുബ്തഅഹ വആസിറഹ വമുഅ്തസിറഹ വഹാമിലഹ വൽമഹ്മൂലതു ഇലൈഹി വആകിലു സമനിഹ. അതിന്റെ പണം തിന്നുന്ന ആൾക്ക്, അത് ആർക്ക് വേണ്ടി വഹിക്കുന്നു, അത് വഹിക്കുന്ന ആളെ, അതുപോലെ തന്നെ കള്ളിനെയും അത് കുടിക്കുന്നവനെയും അത് കുടിപ്പിക്കുന്നവനെയും വിൽക്കുന്നവനെയും അത് വാങ്ങുന്നവനെയും അത് ഒഴിക്കുന്നവനെയും ഇങ്ങനെ അത് പിഴിഞ്ഞുണ്ടാക്കുന്നവനെയും ഒക്കെ അള്ളാഹുവിന്റെ ശാപമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ഇന്നമൽ ഖംറു ഉമ്മുൽ ഫവാഹിഷ്, എല്ലാ മ്ലേച്ഛതകളുടെയും മാതാവാണ് മദ്യമെന്നത്. അക്ബറുൽ കബായിർ, വൻ പാപങ്ങളിൽപ്പെട്ടതാണ്, ചെറിയ പാപമല്ല, വൻ പാപങ്ങളിൽപ്പെട്ടതാണ്. എന്നിട്ട് പറയുന്നു, വൻ ശരിബഹ വഖഅല ഉമ്മിഹി വഖാലതിഹി വഅമ്മതി, ആരെങ്കിലും മദ്യപിച്ചാൽ സ്വന്തം മാതാവിനെ വ്യഭിചരിച്ചതിന് തുല്യമാണ്, സ്വന്തം സഹോദരിയെ, അതുപോലെ തന്നെ സ്വന്തം പിതൃ സഹോദരിയൊക്കെ വ്യഭിചരിച്ചതിന് തുല്യമാണ് എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. എത്രത്തോളം ഗൗരവമുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് ബുദ്ധിയെ മറിച്ചു കളയുന്നതായ, നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്നതായ ഈ ഒരു കാര്യത്തെ നമ്മൾ ജാഗ്രതയോടുകൂടി കാണണം. ഇന്ന് വളരെ വളരെ നോർമലായിക്കൊണ്ട് ചോക്ലേറ്റിന്റെ രൂപത്തിൽ, ജ്യൂസിന്റെ രൂപത്തിൽ, ചായയിൽ കലർത്തിക്കൊണ്ട് ഒക്കെ ആരും അറിയില്ല ഇത് കുടിക്കുന്നതും കൊണ്ട് നടക്കുന്ന ഒന്നും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ മക്കളിലോ ആർക്കെങ്കിലും അങ്ങനെ ഒരു ദുസ്വഭാവം ഉണ്ട് എന്നറിഞ്ഞാൽ
കൃത്യമായി അതിനെ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ആ കുടുംബം തന്നെ തകർന്നു പോകും എന്നത് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല അള്ളാഹുവിന്റെ ശിക്ഷ പെടുന്നതിന് വരാൻ കാരണമാകുന്ന ഒന്നുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫീ ഹാദിഹിൽ ഉമ്മ ഖസ്ഫുൻ വമസ്ഫുൻ വഖദ്ഫുൻ, ഈ ഉമ്മത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഈ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് വലിയ ശിക്ഷ ലഭിക്കുന്നതായ ഒരു കാര്യമാണ്. എന്താണ് അതിന് കാരണമായി തീരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ വഹറത്തിൽ ഖൈനാത്ത് വൽ മആസിഫ് വശുരിബത്തിൽ ഖുമൂർ. ഈ പബ്ബുകളും ഡാൻസ് കേന്ദ്രങ്ങളും പാട്ടുപാടി ഉല്ലസിക്കുന്ന രാത്രികളിൽ അള്ളാഹുവിന്റെ യാതൊരുവിധ ഓർമ്മയുമില്ലാതെ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് തെറ്റിച്ച് കളയുന്നതായ മ്യൂസിക്കിന് അഡിക്റ്റ് ആയിക്കൊണ്ട് വാദ്യോപകരണങ്ങൾ കൊണ്ട് അതല്ലേ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ സൗകര്യങ്ങളും ആരറിയാനാ? മാതാവില്ല, പിതാവില്ല, കുടുംബക്കാരില്ല, പഠിക്കാൻ വന്നതാണ്, ആരും അറിയില്ല, എനിക്ക് ഫ്രീഡം ഉണ്ട്, അതുകൊണ്ട് ആരുടെ കൂടെയും പോകാം. അങ്ങനെ കൂത്താടി നടക്കുന്ന അത് വാഹിറാകുന്ന ഒരു കാലത്ത് സഹോദരങ്ങളെ അള്ളാഹു ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയുന്ന ശിക്ഷകൾ കൊണ്ടുവരുന്നതിനെ നിങ്ങൾ ഭയപ്പെടണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി, മുഹമ്മദ് നബിയുടെ ആത്മാവ് ആരുടെ കയ്യിലാണ്? എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണ്? അവനാണ് സത്യം. ലയഅതിയന്ന നാസു മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ നിന്നുള്ള ആളുകൾക്കൊരു കാലം വരാനുണ്ട്. അലാ അശരിൻ വബസരിൻ വലഅബിൻ വലഹബിൻ, അവര് അത്യാഡംബരത്തോടുകൂടി കളിയും തമാശയും വിനോദവുമായി കൊണ്ട് അവർ കടന്നു വരും. ഫയുസ്ബിഹു ഖിറദത വഖനാസിർ, അവര് കുരങ്ങുകളെ പോലെ പന്നികളെ പോലെ ആക്കപ്പെടുന്നതാണ്. കാരണം എന്താ? അവർ രാത്രി 2 മണിക്കും 1 മണിക്കും 12 മണിക്കും അവര് തുള്ളുകയാണ്, ആടുകയാണ് വാദ്യോപകരണങ്ങൾ കൊണ്ട്. അതുപോലെ തന്നെ അത്തരത്തിലുള്ള സ്ത്രീകളുടെ അകമ്പടിയോടുകൂടി ആസ്വദിക്കുന്ന പബ്ബുകളും കേന്ദ്രങ്ങളൊക്കെ എവിടെയാ ഇല്ലാത്തത്? ആരാ അറിയുന്നത്? അങ്ങനെ സഹോദരങ്ങളെ, അങ്ങനെയുള്ള ഒരു നാട്ടിൽ ഇസ്തിഹ്ലാലുഹുൽ ഹറാം വൽ ഖൈനാത്ത് വശുർബിഹുൽ ഖംർ, അവർ അല്ലാഹ് ഹറാമാക്കിയതിനെ ഹലാലാക്കി, മദ്യപാനം അവർ വ്യാപകമാക്കി. മാത്രമല്ല ഖൈനാത്ത് എന്നുള്ളത് ഇത്തരത്തിൽ സംഗീതോപകരണങ്ങൾ കൊണ്ട് അഴിഞ്ഞാടുന്ന സ്ത്രീകളെ കുറിച്ചാണ് പാട്ടുപാടി ഉല്ലസിക്കുന്നവർ. വഅക്ലുഹുമുർ റിബ വലബ്സുഹുൽ ഹരീർ, അവർ പട്ടുവസ്ത്രം ധരിക്കുന്നു, അവർ പലിശ, റിബ, ഇൻട്രസ്റ്റ് അത് ഉപയോഗിക്കുന്നു. സഹോദരങ്ങളെ, ആളുകൾ എത്ര ആളുകളാണ് ജീവൻ ഒടുക്കുന്നത്? പലിശക്കണിയിൽ കുടുങ്ങി വീട് വെക്കാൻ വേണ്ടി ലോൺ എടുത്തതാ, അതിന്റെ പേരിൽ ജീവിക്കാൻ. ഇപ്പൊ അടുത്ത വാർത്ത, ഒരു കുടുംബം 2 കുട്ടികളെയും കൂട്ടി ഒരു മാതാവും ഒരു പിതാവും കൂടി ജീവൻ ഒടുക്കുകയാണ്. കാരണം എന്താ? കടക്കണിയിൽപ്പെട്ട് പലിശക്ക് പണം എടുത്തുകൊണ്ട് തിരിച്ചടക്കാൻ കഴിയാത്ത വിധത്തില് അവരുടെ വീടും പോയി, ജീവിതവും പോയി. ഇങ്ങനെ അള്ളാഹുവിന്റെ ദീനിൽ നിഷിദ്ധമാക്കി ഏതൊരു കാര്യമുണ്ടോ അതിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ സഹോദരങ്ങളെ, അതുകൊണ്ട് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും നഷ്ടമായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലയശ്റബന്ന നാസു മിൻ ഉമ്മത്തി അൽ ഖംർ, എന്റെ ഉമ്മത്തിൽ നിന്ന് ആളുകൾ കള്ളു കുടിക്കും. യുസമ്മൂനഹാ ബിഗൈരി ഇസ്മിഹാ, അവരതിന് പേരിടും, അതല്ലാത്ത പേര്. അതിലൊന്നും ലഹരിയില്ല, അതൊക്കെ ബിയർ, അതൊക്കെ ആരോഗ്യത്തിന് നല്ലതാണ്, അത് മുന്തിരിച്ചാറല്ലേ, അതല്ലേ, ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞ് പേര് മാറ്റിയിട്ടിട്ട് ആളുകൾ കള്ളു കുടിക്കുന്ന, മദ്യപിക്കുന്ന ഒരു കാലം വരാനുണ്ട്. യഅസിഫു അലാ റൂസിഹിം ബിൽ മആസിഫ്, അവരുടെ തലകളിൽ വാദ്യോപകരണങ്ങളായിരിക്കും. വൽ മുഗന്നിയാത്ത്, പാട്ടുപാടി ഉല്ലസിക്കുന്ന സ്ത്രീകളായിരിക്കും അവരുടെ കൂടെ. യഖ്സിഫു ബിഹിമുൽ അർദ്, ഭൂമിയിലേക്ക് അവരെ ആഴ്ത്തിക്കളയുന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കുരങ്ങുകളും പന്നികളുമാക്കി തീർത്തു. സഹോദരങ്ങളെ, മുൻകഴിഞ്ഞ പല തലമുറകളെയും അവരുടെ ചെയ്തികൾ കൊണ്ട്, അവരുടെ ഹറാമുകൾ കൊണ്ട്, സമൂഹത്തിന് ദ്രോഹകരമായ പല കാരണങ്ങൾ കൊണ്ടും അല്ലാഹു നശിപ്പിച്ചതും അല്ലാഹു ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞ ചരിത്രമുണ്ട്. അതിനിയും വരാതിരിക്കുകയില്ല. ഇങ്ങനെ ആളുകൾ യാതൊരു നിലക്കും യാതൊരു ലജ്ജയുമില്ലാതെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള തിന്മകൾ വ്യാപിക്കുമ്പോൾ അള്ളാഹുവിന്റെ ലഅനത്ത് വരുന്നതിനെ നമ്മൾ സൂക്ഷിക്കുക. സഹോദരങ്ങളെ, ഇതിന് അഡിക്റ്റായ ആളുകൾക്ക് ഒരു നല്ല ഹുസ്നുൽ ഖാത്തിമ ലഭിക്കുകയില്ല. ഷഹാദത്ത് ചൊല്ലി മരിക്കാൻ സാധ്യമല്ല. ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ്, അദ്ദേഹം തന്റെ സ്റ്റുഡന്റ് ആയിരുന്ന ഒരാൾ അയാളുടെ അടുക്കലേക്ക് മരണസമയത്ത് ചെല്ലുന്നുണ്ട്. ആ സമയത്ത് അയാൾക്ക് ഷഹാദത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുമ്പോൾ അയാൾക്ക് ചൊല്ലാൻ കഴിയുന്നില്ല, അയാളുടെ നാവ് അതിന് വഴങ്ങുന്നില്ല. അതിന് കാരണമായിക്കൊണ്ട് അയാൾ തന്നെ പറയുന്നത്, ഞാൻ മദ്യപിക്കാറുണ്ടായിരുന്നു. നോക്കൂ സഹോദരങ്ങളെ, ഏതെല്ലാം നന്മകൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ രഹസ്യമായിക്കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ ഒരു ബാഡ് ഹാബിറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സഹോദരങ്ങൾ, അത് നമ്മുടെ നാശമാണ്. അതുകൊണ്ട് ഒരു നന്മയും നമുക്കില്ല. എങ്ങനെ എത്രയോ കുടുംബങ്ങളാണ് അനാഥരായത്. മദ്യപിച്ച് ചെന്ന് വഴക്കിട്ട് ഭാര്യയെ അടിക്കുന്ന, മാതാപിതാക്കളെ
മാതാപിതാക്കളെ ദ്രോഹിക്കുന്ന, മക്കളോട് ചീത്ത വാക്കുകൾ പറയുന്ന എത്രയോ പിതാക്കളുണ്ട് സഹോദരങ്ങളെ. കുടുംബം കണ്ണീരിലാഴ്ത്തപ്പെട്ടു, കുടുംബങ്ങൾ അനാഥമാക്കപ്പെട്ടു. യാതൊരു നന്മയും ജീവിതത്തിൽ അതുകൊണ്ട് ലഭിക്കുകയില്ല എന്ന് നമ്മൾ തിരിച്ചറിയുക. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നെ കൊണ്ടൊരു ഉപദ്രവം, എന്റെ ഒരു കാര്യം കൊണ്ടത്. പുകവലിക്കുന്ന ആളുകൾ എങ്ങനെയാണ് അവരുടെ കൂടെ ജീവിക്കുന്നത്? പുകവലിക്കുന്ന ഒരാളുടെ കൂടെ ഭാര്യ എങ്ങനെ ജീവിക്കുന്നു? കാരണം ആ ഒരു ബാഡ് സ്മെല്ല് അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പള്ളിയിലേക്ക് വരുമ്പോൾ പോലും ഹലാലായ ഉള്ളി തിന്നുകൊണ്ട് വരാൻ പാടില്ല. അതെന്തേ കാരണം? അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഒരു ബാഡ് സ്മെൽ ഉണ്ടാവും. അപ്പൊ പിന്നെ പുകവലിക്കുന്നത് എന്താ? ലാ ദററ വലാ ദിറാർ. സ്വന്തത്തിന് ഉപദ്രവം ഉണ്ടാക്കരുത്, മറ്റുള്ളവർക്കും ഉപദ്രവം ഉണ്ടാക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല സഹോദരങ്ങളെ, ഇതിന്റെയൊക്കെ പരിണിത ഫലം എന്താണ്? ഹദീസുകളിൽ കാണാം, സലാസത്തുൻ ഖദ് ഹറമല്ലാഹു അലൈഹിമുൽ ജന്ന. 3 വിഭാഗം ആളുകൾക്ക് അല്ലാഹു സ്വർഗ്ഗം നിഷിദ്ധമാക്കി. ഒന്ന് മുദ്ബിനുൽ ഖംർ, മദ്യത്തിന് അഡിക്റ്റ് ആയ ആൾ. മറ്റൊന്ന് വൽ ആഖ്, മാതാപിതാക്കളെ ദ്രോഹിക്കുന്നവൻ. മറ്റൊന്ന് വദ്ദുയൂസുല്ലദി യുഖിറു ഫി അഹ്ലിഹിൽ ഖബസ്, സ്കൂട്ടിക്കൊടുപ്പുകാരൻ എന്ന, സ്വന്തം വീട്ടിൽ നടക്കുന്ന തിന്മകളെ എതിർക്കാനുള്ള തന്റെ ഇടമില്ലാത്തവൻ. അലൈസ മിൻകും റജുലുൻ റഷീദ്, നിങ്ങളിൽ തന്റെ ഇടമുള്ള ആരും ഇല്ലേ? സ്വന്തം മകൻ അഴിഞ്ഞാടി നടക്കുമ്പോൾ, ഹറാമായ രൂപത്തിൽ വസ്ത്രം ധരിക്കുമ്പോൾ, ഹറാമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നവർ, സഹോദരങ്ങളെ, അവന് ഈമാനില്ല, അവന് മുസ്ലിമല്ല. ഒരു മുസ്ലിമാണ്, അവനൊരു ഗൈറത്ത് വേണം. സ്വന്തം ഭാര്യയും മാതാവും സഹോദരികളും മറ്റുള്ളവർക്ക് കാണുന്ന രൂപത്തിൽ വസ്ത്രം ധരിച്ച് നടക്കാനല്ല. യുദ്നീന അലൈഹിന്ന മിൻ ജലാബിബിഹിൻ, അവരുടെ ജിൽബാബുകളെ അവർ മാറിലൂടെ താഴ്ത്തിയിടണമെന്ന് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഫൽയദ്രിബിന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന, അവരുടെ മാറിലൂടെ മുഖമക്കനകൾ താഴ്ത്തിയിടണമെന്ന് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അത് അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ്, അവർ ആക്രമിക്കപ്പെടാതിരിക്കാനാണ്. സഹോദരങ്ങൾ, ഈ ഒരു ഗീറത്ത് വേണം. എന്ത്? എന്റെ മക്കളെ, എന്റെ പെൺമക്കളെ, എന്റെ സഹോദരിമാരെ, എന്റെ ഭാര്യ, എന്റെ ഉമ്മയെ വേറൊരാൾ മോശമായ രൂപത്തിൽ നോക്കാൻ പാടില്ല എന്നുള്ളൊരു ഗീറത്ത് നമുക്ക് വേണം. അതുകൊണ്ട് വസ്ത്രം ധരിക്കുന്നിടത്ത്, അതുപോലെ തന്നെ ഏതെല്ലാം ഫംഗ്ഷനുകളിലേക്ക് പോകുന്ന സന്ദർഭത്തിലാണെങ്കിലും ശരി, നമുക്ക് യോജിച്ചതല്ലാതെ, നമ്മുടെ കൾച്ചറിന് യോജിച്ചതല്ലാത്ത ഒരു മജ്ലിസിൽ നമ്മൾ ഉണ്ടാവാൻ പാടില്ല എന്ന് നമുക്ക് ഉത്തമ ബോധ്യമുണ്ടായിരിക്കണം. അതാണ് സഹോദരങ്ങളെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് പറഞ്ഞ മദ്യത്തോടൊപ്പം മാതാപിതാക്കളെ ദ്രോഹിക്കുന്നതോടൊപ്പം പറഞ്ഞ കാരണം എന്താ? മറ്റൊരു കാര്യം, സ്വന്തം വീട്ടിൽ നടക്കുന്ന ഖബീസുകളെ, തിന്മകളെ, അതിനെ കണ്ണടച്ച് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന മാതാപിതാക്കളോടാണ് ഈ പറഞ്ഞത്. അതുകൊണ്ട് സഹോദരൻ, മക്കളല്ലേ, അവര് ചെയ്യട്ടെ, അവരുടെ പ്രായതല്ലേ എന്നതല്ല നമ്മൾ മുളയിലെ നുള്ളേണ്ടത്. ആ സമയത്തെ അത് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് നമ്മൾ ദുഃഖിക്കേണ്ടി വരും. മാത്രമല്ല സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അലല്ലാഹി അസ്സ വജൽ അഹദൻ ലിമൻ യശ്റബൽ മുസ്കിർ, ഈ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അവരോട് അല്ലാഹുവിനുള്ള കരാർ എന്താ? അയസ്ഖിയഹു മിൻ തീനത്തിൽ ഖബാൽ, നാളെ പരലോകത്ത് അവരെ തീനത്തുൽ ഖബാൽ കുടിപ്പിക്കുന്നതാണ്. അപ്പൊ അവർ ചോദിച്ചു, വമാ തീനത്തുൽ ഖബാൽ യാ റസൂലല്ലാഹ്, എന്താണ് ഈ തീനത്തുൽ ഖബാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അറഖു അഹ്ലിൻ നാർ ഔ ഉസാറതു അഹ്ലിൻ നാർ, നരകാവകാശികളായ ആളുകളുടെ വിയർപ്പും ചെലവുമാണത്, അതാണ് കുടിപ്പിക്കപ്പെടുക നാളെ പരലോകത്ത് എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, യാതൊരു പ്രയോജനവുമില്ലാത്ത, യാതൊരു നന്മയുമില്ലാത്ത ഈ വഴിയിലൂടെ നമ്മൾ പോവാതിരിക്കുക. നമ്മുടെ മക്കളെയും കുടുംബത്തെയും എല്ലാം സമൂഹത്തെയും ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ട ബാധ്യത നമുക്കുണ്ട്. നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ അതിനെതിരെ എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് വേലി തന്നെ വിളതിലെത്തുന്ന ഒരു അവസ്ഥയിലേക്കാണ് ആളുകൾ എത്തുന്നത്. പുറമേക്ക് ഇതിനെതിരെ പ്രസംഗിക്കുകയും ഇതിനെതിരെ സമരം നടത്തുകയും ചെയ്യുന്ന ആളുകളുടെ പോക്കറ്റിൽ നിന്ന് വരെ ഇത്തരത്തിലുള്ള ഡ്രഗ്സ് ഒക്കെ പിടിക്കപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് റബ്ബിനെ ഭയപ്പെടുക. വിശ്വാസികളെ, സ്വന്തത്തെയും കുടുംബത്തെയും കത്തിയാളുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യുക എന്നത് മാത്രമാണ് ഉണർത്താനുള്ളത്. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് അലാ ഫസ്തഗ്ഫിറു ഇന്നഹു വൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد أيها الناس اتقوا الله عباد الله. സഹോദരങ്ങളെ, നമ്മൾ ഉണർത്തിയത് ലഹരിയുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഫഇന്നഹാ മിഫ്താഹു കുല്ലി ശർരിൻ, അതെല്ലാം തിന്മകളുടെ താക്കോലുകളാണ്. ആ വഴിയിലേക്ക് നമ്മൾ തിരിയാതിരിക്കുക എന്നത് വളരെ ജാഗ്രതയോടുകൂടി കാണേണ്ട ഒരു കാര്യമാണ്. അതിനുള്ള പരിഹാരം, പ്രശ്നങ്ങൾ പറയാൻ എല്ലാവരും ഉണ്ട്. പരിഹാരം ഇതാണ്, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ഒരാൾ ആ തിന്മയുടെ വഴിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ തയ്യാറായാൽ അള്ളാഹു ഒരു എക്സിറ്റ് കാണിച്ചു കൊടുക്കും.
പല ആൾക്കാരും പറയുന്നത് കൈവിറക്കുന്നു, കഴിയുന്നില്ല, എനിക്കിതില്ലാതെ കഴിയില്ല എന്ന് പറയുന്ന ആളുകൾക്ക് അള്ളാഹുവിനെ ഭയപ്പെട്ട് സ്വന്തം പരലോകവും സ്വന്തം ഖബറും ആലോചിച്ചുകൊണ്ട് അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ തയ്യാറായാൽ അള്ളാഹു അവനൊരു മാർഗം കാണിച്ചു കൊടുക്കും. റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് മാറി നിൽക്കാൻ തയ്യാറായാൽ അവന്റെ കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി കൊടുക്കും. പിന്നെ ചില ആൾക്കാർ പറയാറുള്ളത്, ഞാൻ കുടിക്കാറില്ല, ഞാനത് ഉപയോഗിക്കാറില്ല, കൂട്ടുകാരല്ല, കൂടെയുള്ളവര്, കൂടെ വർക്ക് ചെയ്യുന്നവർ അവരാണ്. ഒരു ഹദീസ് നോക്കൂ, വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യജ്ലിസ് അലാ മാഇദത്തിൻ തുദാറു അലൈഹിൽ ഖംർ. മദ്യം വിളമ്പുന്ന മജ്ലിസിൽ പോലും ഇരിക്കാൻ പാടുള്ള ഈമാനുള്ള ഒരാൾക്ക് അതിന് പാടുള്ളതല്ല. അതിന് സപ്പോർട്ട് ചെയ്യുന്ന പോലെയാണത്. അങ്ങനെയുള്ള ഹോട്ടലുകളും അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കും അങ്ങനെയുള്ള ഫംഗ്ഷനുകളിലേക്കും നമ്മൾ പോകാൻ പാടില്ല. മദ്യം വിളമ്പുന്നതാണോ, ലഹരിയുള്ളതായ കാര്യങ്ങളുണ്ടോ, അവിടെ ഹറാമുകൾ നടക്കുന്നതാണോ, ആ മജ്ലിസിലേക്ക് ഈമാനുള്ള ഒരാൾക്ക് അവിടേക്ക് പോകാൻ പാടില്ല. അത് എത്ര തന്നെ വലിയ കൂട്ടുകാരായിരുന്നാലും, നമ്മുടെ കൂട്ടുകാരായിരിക്കാം, അതല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്നവരായിരിക്കാം, നമ്മുടെ ബോസ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏത് നിലക്കും പാർട്ണറായിരിക്കാം, ആരൊക്കെ തന്നെയായിരുന്നാലും ശരി, എന്റെ ഇസ്സത്തിന്, എന്റെ ദീനിന്, എന്റെ പരലോകത്തിന്, എന്റെ ആദർശത്തിന് വിരുദ്ധമായ ഒരു കാര്യത്തിൽ ഞാൻ സഹകരിക്കുകയില്ല. തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. പുണ്യത്തിലും നന്മയിൽ നിങ്ങൾ സഹായിച്ചോളൂ, സഹകരിച്ചോളൂ. പക്ഷേ അക്രമത്തിൽ, പാപത്തിൽ ഒരിക്കലും ഒരാളെ സഹായിക്കാൻ പാടില്ല. അതെത്ര അടുത്ത ആളായിരുന്നാലും ശരി, അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അവരെന്താ വിചാരിക്കുക, അതൊന്നും നമ്മൾ വിചാരിക്കേണ്ടതില്ല. അങ്ങനെയുള്ള ഇടങ്ങളിലേക്ക് നമ്മൾ പോവാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ അവസാനം ഇറങ്ങിയ ആയത്താണത്. സൂറത്തുൽ ബഖറയിലെ ആയത്തുദൈനിന് തൊട്ട് മുമ്പുള്ള ഒരു ആയത്താണ്, 281 ആയത്താണ് സൂറത്തുൽ ബഖറയിൽ. വത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കണേ, യൗമൻ, ഒരു ദിവസത്തെ, തുർജഊന ഫീഹി ഇലല്ലാഹ്, റബ്ബിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസം നിങ്ങൾക്ക് വരാനുണ്ട്. നിങ്ങളുടെ പേരിൽ നന്മകൾ പറയപ്പെടുന്ന ഒരവസ്ഥയിലായിരിക്കണം, നല്ല ഒരവസ്ഥയിലായിരിക്കണം, ഒരു ഹുസ്നുൽ ഖാത്തിമ, ഒരു നല്ല അന്ത്യമായിരിക്കണം നമുക്ക് ഉണ്ടാവേണ്ടത്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത്. എന്നിട്ട് ആ മരണശേഷമാണ് നിങ്ങൾ ചെയ്ത കർമ്മങ്ങൾക്ക് പൂർണ്ണമായ പ്രതിഫലം നൽകപ്പെടുന്നത്. വഹും ലാ യുദ്ലമൂൻ. ഒരാളോടും അല്ലാഹു അക്രമം ചെയ്യില്ല, അനീതി ചെയ്യില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ പ്രതിഫലം ഏറ്റെടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അല്ലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റാ വലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സആ. നമ്മൾ ചെയ്ത പാപഭാരങ്ങൾ നമ്മൾ തന്നെ ഏറ്റെടുക്കേണ്ടി വരും. ഒരാളും കൂടെ ഉണ്ടാവില്ല. പ്രേരിപ്പിച്ചവരോ കൂടെ നിന്നവരോ കൂട്ടുകാരോ ഒരാളും കൂടെ ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ചെയ്തതേ നമ്മുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നന്മയുടെ വഴിയിൽ, ജനങ്ങൾക്ക് ഉപകാരമുള്ളതായ വഴിയിൽ നമ്മൾ സഹകരിക്കുക. നമ്മുടെ മക്കളെയും ടീനേജിലുള്ള പ്രായക്കാരെയും എല്ലാവരെയും ഇതിൽ നിന്ന് ജാഗ്രത, ഈ ദുനിയാവിലും ആഖിറത്തിൽ ലഭിക്കുന്ന ഇതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ട് റബ്ബിനെ കുറിച്ചുള്ള ബോധമുണ്ടാക്കി ഖുർആൻ പഠിക്കാൻ, ഖുർആൻ അറിയാൻ, വിശുദ്ധ ഖുർആനിന്റെ വഴിയിലേക്ക് അവരെ കൊണ്ടുവരിക എന്നതുകൂടി നമ്മുടെ ബാധ്യതയാണ്. അൽഹംദുലില്ലാഹ്, നാം ഉണർത്തുകയാണ് വീണ്ടും വീണ്ടും. നമ്മുടെ പള്ളിയിലെ എല്ലാ ശനിയാഴ്ചയും രാവിലെ 1 മണിക്കൂർ ഖുർആൻ ക്ലാസ് നടക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ, അതിന്റെ തഫ്സീറുകൾ, അതിന്റെ ഖിറാഅത്ത് എല്ലാം. അതുകൊണ്ട് അത് പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് അതിൽ വരാവുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മദ്രസ, നമ്മുടെ മക്കൾക്ക് ദീനിയായ വഴി തെളിച്ചു കൊടുക്കുന്ന മദ്രസയുടെ വിഷയത്തിലും നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയിൽ സഹകരിക്കാൻ, നന്മയിൽ മുന്നേറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകൾ അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിതത്തിലുമെല്ലാം എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ ദീന് പഠിക്കാനും അത് പ്രാവർത്തികമാക്കാനും നമ്മുടെ മനസ്സുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പാകപ്പെടുത്തുമാറാവട്ടെ. രോഗികളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മക്കളിലും നമ്മുടെ കുടുംബങ്ങളിലുമെല്ലാം കൺകുളിർമ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ സ്വർഗീയ ലോകത്തെ കുടുംബത്തോടൊപ്പം, മാതാപിതാക്കളോടൊപ്പം, സഹോദരങ്ങളോടൊപ്പം ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما. ربنا توفنا
توفنا مسلمين والحقنا بالصالحين. اللهم لا تدع لنا ذنبا إلا غفرته ولا دينا إلا قضيته ولا مريضا إلا شفيته ولا ميتا إلا رحمته ولا بلاء إلا رفعته يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. قوموا إلى صلاتكم.